സാനു, തൃശൂർ കോർപ്പറേഷനിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയുള്ളൊരു കോർപ്പറേഷനാണ്. ഒപ്പം ഈ കൊടുങ്ങല്ലൂരിലെ മുനിസിപ്പാലിറ്റിയിൽ അവിടെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ BJP എത്രത്തോളം വലിയ മുന്നേറ്റം അവിടെ നടത്തുന്നുണ്ട് സാനു? ഗൗതം, എന്തായാലും വളരെയേറെ നിർണായകമായിട്ടുള്ള ഒരു കോർപ്പറേഷനായിരുന്നു തൃശ്ശൂർ. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നേടിയിട്ടുള്ള ഒരു മിന്നും വിജയം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് BJP അവകാശപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിലെ 1ാം ഡിവിഷനിലെ പൂങ്കുന്ന് ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയായി വിജയിച്ച C. രഘുനാഥാണ്. 300 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. ആദ്യ വിജയം, അതായത് തൃശ്ശൂർ കോർപ്പറേഷനിലെ ആദ്യ വിജയം തന്നെ രഘു നേടിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം രഘുനാഥ് C. മേനോൻ ചേരുകയാണ്. എത്രത്തോളം നമ്മൾ തുടക്കം തന്നെ പറഞ്ഞതാണ് വലിയ ഭൂരിപക്ഷത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന്, അത് ആവർത്തിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ തുടക്കമാണ് പൂങ്കുന്നം ഡിവിഷനിൽ വിജയിച്ചത്. തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം BJP പിടിക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിലാണ് BJP 1ാം ഡിവിഷനിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 30 വർഷമായിട്ട് BJP ജനങ്ങൾക്കൊപ്പം, ജനങ്ങൾ BJPക്കൊപ്പം നിൽക്കുന്ന ഒരു ഡിവിഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ജനങ്ങൾ വീണ്ടും BJP ആ ഡിവിഷനിൽ തെരഞ്ഞെടുത്തുള്ളത്. അധികം പണിയെടുത്തിട്ടും ജനങ്ങൾ BJPക്കൊപ്പം സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. സാനു, ഞങ്ങൾ ഒന്ന് ഇടപെടുകയാണ്. ഷൊർണൂരിൽ മിന്നുന്ന വിജയം, 9 വാർഡുകളിൽ BJPയുടെ വിജയം, 7 വാർഡുകളിൽ LDF, 2 വാർഡുകളിൽ കോൺഗ്രസ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റി ഏതാണ്ട് BJP പിടിച്ചെടുക്കുമെന്ന നിലയിലേക്ക്, പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് അപ്പുറം ഷൊർണൂർ എന്ന മറ്റൊരു രണ്ടാമത്തെ പോയിന്റ് തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് നേമം വാർഡ് MR ഗോപൻ BJP സ്ഥാനാർത്ഥി തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അവിടെ UDF സ്ഥാനാർത്ഥിക്ക് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു, അത് തിരിച്ചു പിടിച്ചു. BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ MR ഗോപൻ. അദ്ദേഹം BJPയുടെ ഒരു ഫേസായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ലീഡ് ഇപ്പോൾ വീണ്ടും തിരിച്ചെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഒപ്പം കോട്ടയത്തേക്ക് പോകാം. അവിടെ പള്ളിക്കത്തോട്, അവിടെ 10ാം വാർഡിൽ സതീഷ് ചന്ദ്രൻ മാഷ് BJPയുടെ വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ കോട്ടയത്തെ ഈ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ 3 വാർഡുകളിൽ BJP വിജയിച്ചിരിക്കുന്നു. പള്ളിക്കത്തോട് കോട്ടയം ജില്ലയിൽ BJP അധികാരത്തിലിരിക്കുന്ന 2 പഞ്ചായത്തുകളിൽ ഒന്നാണ്. കണ്ണൂർ കോർപ്പറേഷന്റെ അപ്ഡേറ്റ് കൂടി പറയട്ടെ. പന്തളം നഗരസഭയിൽ ആദ്യ ജയം BJPക്ക്. 1ാം വാർഡിലും 6ാം വാർഡിലും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, പന്തളത്ത് വലിയ വിമർശനങ്ങളൊക്കെ തൊടുത്തുവിട്ടുകൊണ്ട് അധികാരം തിരിച്ചു പിടിക്കാമെന്ന് ഇടതും വലതും വിചാരിച്ചിരുന്നു. പക്ഷേ ആദ്യ 2 വിജയവും BJP തന്നെ സ്വന്തമാക്കുകയാണ്. മുനിസിപ്പാലിറ്റി നിലനിർത്താനുള്ള ഒരു പോക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. കണ്ണൂർ കോർപ്പറേഷനിൽ BJP സ്ഥാനാർത്ഥികൾ 2 ഇടത്ത് മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിഥുൻ പിള്ള അത് കൃത്യമായി തന്നെ വിഷയങ്ങൾ പറയും. പള്ളിക്കുന്ന്, കൊക്കേൻപാറ എന്നിവിടങ്ങളിലാണ് കൃത്യമായി തന്നെ മുന്നോട്ട് പോക്ക്. 1ാം വാർഡിൽ രാഹുലും 6ാം വാർഡിൽ പുഷ്പലതയുമാണ് പന്തളം മുനിസിപ്പാലിറ്റിയിൽ വിജയിച്ചിരിക്കുന്നത്. ചിറക്കൽ പഞ്ചായത്തിൽ BJP 1 സീറ്റ് ലീഡ് ചെയ്യുന്നു. തൃപ്പൂണിത്തറ വെള്ളക്കിനാക്കൻ അല്ലെ, ഷീന ഹരീഷ് NDA സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ് തൃപ്പൂണിത്തറയിൽ.